ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പലതരം അപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ പേ ഇങ്ങനത്തെ പലതരം അപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോർ വഴിയാണ് ഈ അപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, ഇതുവഴിയാണ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത്, നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ ചോർത്തി കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പലതരം അനാവശ്യ പരസ്യങ്ങൾ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുവഴി വരുന്നുണ്ട്. സ്പാമുകൾ, അതുപോലെ തന്നെ വൈറസുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അപ്ലിക്കേഷൻസ് വഴിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഈ രണ്ട് കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അത് ചെയ്തു വെക്കുക. അത് നിങ്ങളുടെ അപ്ലിക്കേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ കാണാം നിരവധി അപ്ലിക്കേഷൻസ് അല്ലേ. ഇവിടെ തന്നെ കാണുന്നുണ്ട് നമുക്ക് നിരവധി അപ്ലിക്കേഷൻസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെയുള്ള നിരവധി അപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ആപ്സ്. അതിൽ നമുക്ക് ആപ്പ് മാനേജ്മെന്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ ഡിഫോൾട്ടായിട്ട് വരുന്ന അപ്ലിക്കേഷൻസും അതുപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്, നമ്മുടെ ഫോൺ അത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, നമ്മുടെ പാസ്വേഡുകളെല്ലാം അടിച്ചു മാറ്റി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ സെക്യൂർ ആണെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ പ്ലേ സ്റ്റോറിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളത്. ആ പ്ലേ പ്രൊട്ടക്റ്റിൽ നിങ്ങൾ നോക്കി നോക്കുക നിങ്ങളുടെ ഫോണിൽ. ഇത് ആദ്യത്തെ സെറ്റിംഗ്സ് ആണ്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരാം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ടേൺ ഓൺ ആണോ നിങ്ങളുടെ കിടക്കുന്നത് എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടേൺ ഓൺ ചെയ്യുക. കാരണം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ അപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടല്ലോ, ഈ അപ്ലിക്കേഷൻസ് എല്ലാം ഓക്കെ ആണോ, അതായത് അതിൽ വൈറസുകളുണ്ടോ, സ്പാമുകളുണ്ടോ, ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയണമെങ്കിൽ ഈ പ്ലേ സ്റ്റോർ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ളത് സാധനം. അതിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമുക്കത് ഡെയിലി ഇതേപോലെ നമുക്ക് ചെയ്തു നോക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ മാനുവലി സ്കാൻ ചെയ്താൽ മതി. പക്ഷേ നമുക്കത് സാധിക്കാത്ത സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ സെറ്റിംഗ്സിലെ ഗിയർ ഐക്കൺ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ജനറലിൽ നമുക്കിവിടെ സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് നമ്മൾ ടേൺ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേ സ്റ്റോർ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പുകൾ എല്ലാം സ്കാൻ ചെയ്തോളും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ, അതായത് ഓരോ ആപ്പുകളും അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഗൂഗിളിന് അയച്ചു കൊടുത്തിട്ട് ഗൂഗിൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ആ ആപ്പുകളെല്ലാം ജെനുവിൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതെല്ലാം അവർ നോക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ സെറ്റിംഗ്സ് നമ്മൾ ചെയ്യേണ്ടത്, നിർബന്ധമായും ചെയ്തു വെക്കുക. രണ്ടാമത്തത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കുക. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ഓൾ സർവീസസ് ക്ലിക്ക് ചെയ്യുക. ആ ഓൾ സർവീസസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഓട്ടോ ഫിൽ. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റിംഗ്സ് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓട്ടോ ഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഗൂഗിൾ പാസ്വേഡ് മാനേജർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന അപ്ലിക്കേഷൻസ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ്, മറന്നുപോയ പാസ്വേഡുകളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുന്ന ആ ചെക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ കണ്ടില്ലേ, നേരത്തെ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ അപ്ലിക്കേഷൻസ് എല്ലാം സേഫ് ആണോ, അല്ലെങ്കിൽ പാസ്വേഡുകൾ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ. അതായത് ഇവിടെ കണ്ടില്ലേ 12 വീക്ക് പാസ്വേഡ്, മോശമായിട്ടുള്ള പാസ്വേഡുകളുണ്ട്, അതൊക്കെ മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. 9 റീയൂസ്ഡ് പാസ്വേഡ് പറയുന്നുണ്ട്, അതൊക്കെ മാറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻസ് എല്ലാം വളരെ സേഫ് ആയിട്ട് സെക്യൂർ ആക്കിയിട്ടും വെക്കാൻ വേണ്ടി സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് വീഡിയോ നോക്കി മനസ്സിലാക്കി ഫോണിൽ ചെയ്തു വെക്കേണ്ടതാണ്.